ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് കൃഷ്ണജയന്തിയാണ്, അപ്പോൾ ഹാപ്പി ജന്മാഷ്ടമി. അപ്പോൾ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് നമുക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു അവൽ പായസമാണ്. വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഈസിയാണ്. എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു തവ വെക്കുക. അതൊന്ന് ചൂടായ ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ആ നെയ്യൊന്ന് മെൽട്ടായ ശേഷം ഇനി നമുക്ക് നട്ട്സൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു 5 ബദാം, ഒരു 10 ഉണക്കമുന്തിരി, പിന്നെ 4 to 5 കാഷ്യൂ നട്ട്സ്, ഇത്രയുമാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അത് നന്നായിട്ടൊരു ഗോൾഡൻ കളർ ആവുന്നിടം വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് വേറൊരു വെസലിലേക്ക് മാറ്റാം. ഇനി നമുക്ക് തേങ്ങാക്കൊത്തും അതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം, ഒരു യെല്ലോ കളർ ആവുന്നിടം വരെ. ഈ തേങ്ങാക്കൊത്ത് നല്ലൊരു ഫ്ലേവർ തരും, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കൂട്ടാവുന്നതാണ് ക്വാണ്ടിറ്റി. ഇനി നമ്മൾ അതിലേക്ക് തന്നെ 1 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് 250 ml മെഷറിംഗ് കപ്പിൽ നമ്മൾ 1 കപ്പ് അവിലാണ് എടുത്തിട്ടുള്ളത്. ഇത് ചുവന്ന കളർ അവിലാണ്, അതുപോലെ തന്നെ നമുക്ക് വെള്ള കളറും അവൈലബിൾ ആണ്. ഇതിലേതാണെങ്കിലും സെയിം റെസിപ്പി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി പായസം നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇതൊന്ന് 5 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ കീപ്പ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ശേഷം 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു പാത്രം എടുത്ത് ഈ 1/2 ലിറ്റർ പാൽ അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ബോയിൽ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കിന് നമ്മൾ ആ വറുത്ത് വെച്ചിട്ടുള്ള അവലും കൂടെ ചേർക്കുക. ഇനി അവൽ ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് കുക്കായി വരണം. ഒരു 10 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരുന്നത്. അതല്ല എങ്കിൽ എപ്പോഴാണോ നമ്മുടെ അവലൊന്ന് സോഫ്റ്റായി വരുന്നത് അതുവരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് ഒരു സൈഡിൽ ഇരിക്കുമ്പോഴത്തേന് നമുക്ക് എന്ത് ചെയ്യാം, ഇനി ശർക്കര ഉരുക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ പഞ്ചസാരയല്ല ഇവിടെ ചേർക്കുന്നത്, ശർക്കരയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ 1/2 കപ്പാണ് എടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് അവലാണ് നമ്മൾ എടുത്തെങ്കിൽ 1/2 കപ്പ് ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ശർക്കര എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഇനി നന്നായിട്ട് അത് മെൽറ്റ് ചെയ്തെടുക്കണം. നമ്മളൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് പതിയെ ഒന്ന് മിക്സാക്കി കൊടുക്കുമ്പോഴത്തേക്കിന് ആ ശർക്കര ഫുള്ളായിട്ട് ഡിസോൾവ് ആയി വരും. ഇനി നമ്മുടെ ആ ശർക്കര അതേപോലെ മാറ്റി വെക്കുക. ഇനി നമ്മുടെ പായസത്തിലേക്ക് കുറച്ച് കാടമ പൗഡർ, ഏലക്കയുടെ പൊടിയും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഏലക്ക മാത്രമാണ് നമ്മളിവിടെ ഒരു ഫ്ലേവർ അല്ലെങ്കിൽ ഒരു സ്മെല്ലിനൊക്കെ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നത്. സോ അതും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ശേഷം നമ്മൾ ആ വറുത്ത് വെച്ചിട്ടുള്ള നട്ട്സും തേങ്ങാക്കൊത്തും ഇപ്പോൾ ഞാൻ കുറച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം കൂടെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുവാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയ ശേഷം ഇനി എന്ത് ചെയ്യാം, ഫ്ലെയിം ഓഫാക്കി കൊടുക്കാവുന്നതാണ്. അതിന് മുന്നേ നമ്മൾ 1 ടീസ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. നമ്മൾ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നതാണ്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫാക്കിയ ശേഷമാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ശർക്കരപ്പാനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ പഞ്ചസാരയോ അല്ലെങ്കിൽ തന്നെ ഈ ഷുഗറിൻ്റെ തന്നെ ബ്രൗൺ ഷുഗർ പോലെ നമുക്ക് അവൈലബിൾ ആണ്. അതോ ആണെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓൺ ആകുമ്പോൾ തന്നെ ബോയിലായി തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പക്ഷേ ശർക്കരയാകുമ്പോൾ നമ്മൾ ആ ഫ്ലെയിം ഓഫ് ആക്കിയ ശേഷം ഇത് ആഡ് ചെയ്തിട്ട് സ്ട്രെയിൻ ചെയ്യുക. ഓക്കെ, ഒരു സ്ട്രെയിനർ യൂസ് ചെയ്തിട്ട് സ്ട്രെയിൻ ചെയ്യുക. അത് ഓർക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പായസം റെഡിയാണ്. നല്ല ടേസ്റ്റാണ്. ജന്മാഷ്ടമിയായിട്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് തീർച്ചയായിട്ടും അഭിപ്രായം പറയുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണുന്നതിന് വരെ താങ്ക് യു. ബൈ ഗൈസ്.